ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് 3 കിലോയുടെ മറ്റേ ചെമ്മീനച്ചാറ് പുറത്തേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എന്നിട്ട് ചെമ്മീൻ നല്ല വൃത്തിയാക്കുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, കൊണ്ടാട്ടമുളക്, വറ്റൽമുളക് അതൊക്കെ നമ്മുടെ ഇങ്ങനെ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വേപ്പില, വെള്ളപ്പൊടി, ഒരു 2 ഉള്ളതൊക്കെ മതി. പിന്നെ ഞാൻ കായമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറുത് വലുതൊക്കെ വരുന്നുണ്ട്, വേണ്ടവർ പറയാം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം, അതായത് മാരിനേറ്റും ചെയ്ത് വെക്കാം. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേപ്പില, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം, നല്ലോണം മിക്സാക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ എല്ലാ മസാലയും നല്ല രീതിയിൽ പിടിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. പിന്നെ കുറച്ച് മുളകിൻ്റെ, കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളൊന്ന് ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഗൈസ്. മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് കുറച്ച് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ 1 മണിക്കൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാൻ ഓണാക്കുക, ഹൈ ഫ്ലെയിം, ലോ ഫ്ലെയിമിലൊക്കെ കറുത്തേക്കുക. പിന്നെ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓയിൽ കുറച്ചല്ല, ചിലപ്പോൾ കുറച്ച് അധികം വേണ്ട. ഈ വീഡിയോ കാണാൻ അത്രയും വേണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. പിന്നെ ഓയിലൊന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. 3 കിലോ ഉണ്ട് നമ്മുടെ ചെമ്മീൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കണ്ടെത്തൊന്നുമില്ല. ഇത് പുറത്തേക്കുള്ള പെട്ടെന്നുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ, പുറത്തേക്ക്. അപ്പോൾ പിന്നെ വേഗം തന്നെ ചെയ്യുന്ന സമയമില്ല. ശരിക്കും പിന്നെ വീഡിയോ എടുക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം ചെയ്തതാണ്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരും കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത് കുറച്ച് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു മിക്സ് ഇടാം കേട്ടോ. പിന്നെ അതിലോട്ട് ആദ്യം വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിടാൻ മറ്റേ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് ജിഞ്ചർ പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ മതി, 3-4 ടീസ്പൂൺ മതി. നമ്മുടെ കൊണ്ടാട്ടമുളക്, മറ്റേ മുളകല്ലേ, അതൊക്കെ കൂടി നമ്മൾ ഇളക്കി ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കുക. കാരണം അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുമ്പോഴാണ് നമ്മളത് ചേർക്കേണ്ടത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി, ആവശ്യത്തിൽ കൂടുതൽ ഇട്ടാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പാണ് ഇട്ടാൽ മതി, ഉപ്പും വേണമല്ലോ. പിന്നെ നമ്മൾ ഇടുന്ന കായമാണ്. കായം പിന്നെ ഒരു 2-3 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് വിനാഗറും കൂടി വേണേ. പറയാൻ വിട്ടുപോയി, ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇതുപോലെ ആവത്തിട്ട് കുറച്ച് കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഇനി 2 കപ്പ് നമ്മുടെ ചൂടുവെള്ളമാണ് കേട്ടോ ഇടുന്നത്. 2-3 കപ്പ് നിങ്ങൾക്ക് ഇടാം. നല്ലോണം ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് 2 കപ്പ് ഇടാം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കരഞ്ഞത്. അപ്പോൾ ബൈ.